വെരിക്കോസ് വെയിൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീണ്ടു വീർത്ത് വളഞ്ഞ് കാണുന്ന ഏത് വെയിനെയും വെരിക്കോസ് വെയിൻ എന്ന് വിളിക്കാം. പക്ഷെ പൊതുവെ ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കാലിലിങ്ങനെ നീണ്ടു വീർത്ത് വളഞ്ഞ് പാമ്പ് കെട്ടുപിടഞ്ഞ് കിടക്കുന്ന പോലുള്ള വെയിനാണ് പൊതുവെ വെരിക്കോസ് വെയിൻ എന്നുള്ള ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെയിനിന് വരുന്ന അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ കാലിൽ കാണുന്ന വെരിക്കോസ് വെയിൻ തന്നെയാണ്. നമ്മൾ ആമാശയത്തിൻ്റെ തുടക്കത്തിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത്, പ്രോസ്റ്റേറ്റിൻ്റെ അവിടെ, അതുപോലെ തന്നെ സ്ത്രീകളിലെ വെജൈനയുടെ യോനി നാളത്തിൻ്റെ ഭാഗത്ത്, അങ്ങനെ പല സ്ഥലത്തും ഈ വെരിക്കോസ് വെയിൻസ് ഉണ്ടാവാം. എങ്കിലും മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിലെ വെരിക്കോസ് വെയിൻ തന്നെയാണ്. രണ്ടാമത്തേത് പൈൽസാണ്. ഇത് കഴിഞ്ഞുള്ള സാധനം അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കുന്നു. മദ്യപാനം ഉള്ളുള്ളവരിൽ ലിവറിന് പ്രശ്നം വന്നിട്ട് രക്തം ഛർദ്ദി, അതും ഒരു സൈസ് വെരിക്കോസ് വെയിൻ തന്നെയാണ്. അങ്ങനെ പല രീതിയിലുള്ള ഉണ്ടെങ്കിലും ഏതാണ്ട് 95% ആളിലും ഈ കാലിലെ വെരിക്കോസ് വെയിൻ എന്നുള്ള നിലയിലാണ് എല്ലാവരും ട്രീറ്റ്മെൻറ്റിന്. വെരിക്കോസ് വെയിൻ കേട്ടാൽ നമ്മൾ ചികിത്സ തേടി പോകുന്നെന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. വലിയ പാമ്പിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ചെറിയ പാമ്പിനെയും പാമ്പ് കുഞ്ഞുങ്ങളെയും ഒന്നും നമ്മൾ തിരിച്ചറിയാൻ പോലും നമ്മൾ ശ്രമിക്കുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും ഇത് ഒരു ശരീരത്തിൻ്റെ സൗന്ദര്യം കുറയ്ക്കുന്നതെന്നുള്ള നിലയിലാണ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ട്രീറ്റ്മെൻറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ടും അത് ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റുകളാണ് ട്രീറ്റ്മെൻറ്റ് സാധനം കൊടുക്കുന്നത്. ഈ ചെറിയ വെയിൻസുള്ള വലിയ വെയിൻസിൻ്റെ എല്ലാം സർജൻസും അത് കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചത് ഈ കഴിഞ്ഞ 19 വർഷത്തെ എൻ്റെ ഈ വെയിനുമായിട്ടുള്ള പഠനങ്ങൾ. ആദ്യകാലങ്ങളിൽ പഠനങ്ങളൊന്നും അല്ലായിരുന്നു. ഞാൻ ആദ്യം ഒരു പേഷ്യൻ്റിൽ ചെയ്തു പോയി. ഒരു കരഞ്ഞുകൊണ്ട് വന്ന ഒരു പേഷ്യൻ്റ്, പലയിടത്തു നിന്നും ഉപേക്ഷിക്കപ്പെട്ടു വന്ന പേഷ്യൻ്റ്, ആ പേഷ്യൻറ്റിലാണ് ഞാൻ ഏറ്റവും ജീവിതത്തിൽ വെറുത്തിരുന്ന ഈ സബ്ജക്റ്റ്. അതിനൊരു പുതിയ കാഴ്ചപ്പാടില്ലാതെ മറ്റ് പല അസുഖത്തിനും ഈ സ്ക്ലിറോസ് ഉണ്ട്. ഈ രാസവസ്തു കൊടുത്ത് ഇതിനെ പൊള്ളിക്കുന്ന എൻഡോസ്കോപ്പ് വഴിയൊക്കെ കൊടുത്ത് പൊള്ളിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പൊള്ളിക്കാമെന്നുണ്ടെങ്കിൽ പൈൽസിന് എന്തുകൊണ്ട് പറ്റില്ല? പൈൽസിന് സക്സസ്ഫുൾ ആണെന്ന് കണ്ടു. അപ്പോൾ ഈ മറ്റ് ട്രീറ്റ്മെൻ്റ് ഒന്നും പറ്റാതെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ വന്ന ആ വ്യക്തിയുടെ കരച്ചിൽ ഒരു പരിഹാരം ചിലപ്പോൾ ഇത് ഉണ്ടാക്കാമായിരിക്കും. മറ്റ് ശസ്ത്രക്രിയകളൊന്നും ചെയ്യുന്നതിനുള്ള ആരോഗ്യസ്ഥിതി ആളിനില്ല. ആ അവസ്ഥയിലാണ് ഇത് കൊടുത്ത് അദ്ദേഹത്തിന് നിർബന്ധവും കൂടെ അതിനകത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കി. ലോകത്തിൽ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അന്ന് ഇൻ്റർനെറ്റൊന്നും ഇത്രയും നമുക്ക് അക്സസിബിൾ അല്ല. ആ കാലഘട്ടത്തിൽ നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റി. നീർച്ചാല് പോലെ തുടങ്ങുന്ന വെയിൻ, അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ഗുരുതരം. എത്ര വെയിൻ്റെ സൈസ് വലുതായി വരുന്നോ അത് വെറും പാവമായി പോവാണ്. അപ്പോൾ ഏറ്റവും അതുപോലെ പാദത്തിനോട് ചേർന്ന് ഏറ്റവും ഹൃദയം വളരെ മുകളിലിരിക്കുകയാണ്. താഴെ നിന്ന് മുകളിലേക്ക് കയറിപ്പോകാമെന്നുള്ളതാണ് ഈ വെയിനകത്ത് രക്തം. അപ്പം ഇത് കയറിപ്പോകാൻ ഒക്കാത്തതാണ് ഈ അസുഖം. കയറിപ്പോകാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് താഴേക്ക് സ്ലിപ്പ് ചെയ്തിങ്ങ് പോരുകയാണ്. അപ്പോൾ അവിടെ ചില നോൺ റിട്ടേൺ വാൽവ്സ് ഉണ്ട്. നമ്മുടെ കിണറ്റിലൊക്കെ പമ്പിൻ്റെ കിണറ്റി കിടക്കുന്ന ഭാഗത്തൊരു ഫുട് വാൽവ് എന്ന് പറഞ്ഞ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാൽവിൻ്റെ ഡിഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഡാമേജ്ഡായി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല, താഴെ പോകും. അപ്പോൾ കയറാൻ ശ്രമിക്കുന്ന സാധനം വീണ്ടും തിരിച്ച് താഴേക്ക് പോരുന്നു, വെയിലത് തിങ്ങി നിൽക്കുന്നു.
വലിയ വെയിനകത്താണെങ്കിലും ചെറിയ വെയിനകത്താണെന്നെങ്കിലും കയറാൻ ശ്രമിക്കുന്നത് താഴുമ്പം വെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് വീർക്കും. അപ്പം വീർത്ത് കഴിഞ്ഞാൽ വാൽവുകൾ അകന്നു മാറും. അപ്പം വീണ്ടും കൂടുതൽ ലീക്കാവും, വീണ്ടും വാൽവ് കൂടുതൽ അകന്നു മാറും. അങ്ങനെ ഒരു സൈക്ലിക്കൽ ഫിനോമിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഈ വലിയ വെയിനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. അതിൽ നിന്നൊരു വ്യത്യസ്തമായ കാര്യമാണ് നമുക്ക് ലോകത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അതായത് 2 മില്ലിമീറ്റർ മുതൽ താഴേക്ക് ആ നീർച്ചാലെന്ന് ഞാൻ പറഞ്ഞു, കോശങ്ങളുടെ കിടക്കുന്ന നീർച്ചാലെന്ന് പറയുമ്പോൾ 0.008 മില്ലിമീറ്റർ സൈസാണ്. അപ്പം അതുവരെയുള്ള ആ വെയിൻസിന് ഈ അസുഖം ബാധിച്ചാലേ നമുക്ക് ഗുരുതരമായ രോഗമുണ്ടാവുള്ളൂ. അപ്പം ഏറ്റവും ചെറിയ വെയിൻ എന്ന് പറയുമ്പം ആ 0.0 കോശങ്ങളുടെ അടുത്ത് വന്നേക്കുന്ന ആ വെയിനെ ബാധിക്കുമ്പോഴാണ് ഏറ്റവും മോശം അവസ്ഥ ഉണ്ടാകുന്നത്. 2 മില്ലിമീറ്റർ എന്ന് പറഞ്ഞപ്പം പ്രശ്നമുണ്ടാക്കും, എങ്കിലും വളരെ വേഗം ഉണ്ടാക്കില്ല. പക്ഷെ 3 മില്ലിമീറ്റർ മുതൽ എത്ര സൈസ് വലുതാവുന്നു, അപ്പം അത് പാവമായി പോവാണ്. അതാരെയും ഉപദ്രവിക്കില്ല, നമ്മളെ പേടിപ്പിക്കത്തേ ഉള്ളൂ. ഇത് പൊട്ടിയാൽ ചത്തുപോയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ വെയിൻ പൊട്ടി ചത്തുപോകുന്നവർ എത്ര പേരുണ്ട്? വളരെ വളരെ വിരളമാണ്. ഞാൻ വെറുത്തിരുന്ന സബ്ജക്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ, ഈ താഴെ കൊടുക്കുമ്പോൾ, കരിയാത്ത വ്രണങ്ങളുടെ അവിടെയുള്ള വെയിൻസിനകത്ത് കൊടുക്കുമ്പോൾ ഇത് കരിഞ്ഞു മാറുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ എനിക്കും അറിയില്ല എന്തുകൊണ്ടാണ്. പക്ഷേ 2006 ഈ പബ്ലിക്കേഷൻ വന്നതിന് ശേഷമാണ് ഇതിനനുസൃതമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഒന്ന് മോഡിഫൈ ചെയ്തപ്പോൾ പേഷ്യൻസ് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അതുവരെ ഉണ്ടായിരുന്നതിൻ്റെ ഡബിൾ ചെയ്താണ് പിന്നീട് ഓരോ വർഷവും പേഷ്യൻസ് വന്ന്. അപ്പം എന്താണ് നമ്മൾ വ്യത്യാസം വരുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു ജനിതകമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതല്ലാതെ നമ്മൾ നിൽക്കുന്നതുകൊണ്ടുണ്ടാകുന്നതെന്നോ അല്ലെങ്കിൽ വണ്ണം വെച്ചവർക്കുണ്ടാകുന്നതാണ്, ഗർഭം ധരിച്ച് കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങളും ഓരോ ഇതിനെ പുറത്തേക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. പൂർണ്ണ വളർച്ചയെത്തുന്നവരെ ഇത് നമ്മളിൽ ഉറങ്ങിക്കിടക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ ഹൃദയവും പാദവുമായിട്ടുള്ള അടുപ്പം വളരെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കും. നീണ്ട് അകന്നു മാറിപ്പോയി നിൽക്കുന്ന സമയം കൂടിക്കഴിഞ്ഞപ്പോൾ ആ ലോഡ് എടുക്കാൻ പറ്റാത്തവരാണ്. ആ ബ്ലഡ് കോളം അതിനകത്ത് അതിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്, അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വരുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം വരുമ്പം അതിൻ്റെ ഭിത്തിയുടെ എലാസ്റ്റിസിറ്റി, ഭിത്തിയും വാൽവും ഒന്ന് വെച്ച് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ രണ്ടിൻ്റെ എലാസ്റ്റിസിറ്റി പോയി കഴിഞ്ഞാൽ ഈ രക്തം മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അത് ഹൃദയം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ വരുന്ന പ്രഷർ വ്യത്യാസം കൊണ്ട് ഇത് തിരിച്ച് താഴേക്ക് പോരുന്നു. പ്രായം കൊണ്ട് കൂടുന്നതാണെന്ന് പലപ്പോഴും പല പുസ്തകങ്ങളും നമ്മൾ വായിക്കും. പക്ഷേ ഇത് പ്രായം കൊണ്ട് കൂടുന്ന അസുഖമേ അല്ല. 90 വയസ്സായാലും ഒരു പ്രശ്നമില്ല, കാലിൽ സമൃദ്ധമായ വെയിൻസ് നമുക്ക് കാണാൻ പറ്റും, വലിയ വെയിൻസ്. ഒരൊറ്റ വെയിൻ പോലും നമുക്ക് ദൃശ്യമല്ലായിരിക്കും. പക്ഷേ കാലിൻ്റെ കണങ്കാലിൻ്റെ ഭാഗം നിറവ്യത്യാസം വന്ന് ക്രമേണ വ്രണം വന്ന് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ചെറുപ്പക്കാരല്ലേ അത് കാണുമ്പോൾ നമ്മൾ രക്തവാതമാണെന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യും, അട്ടയെ പിടിപ്പിക്കും, കഷായം കുടിക്കും, ഇങ്ങനെയൊക്കെ നടക്കുകയും ചെയ്യും. ഈ കാണുന്നതാണ് ഏറ്റവും മോശമായ വെരിക്കോസ് വെയിൻ്റെ അന്തിമ ഫലമാണ് കാണുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ പ്രായമല്ല, എത്ര ചെറുപ്പത്തിൽ എത്ര സമൃദ്ധമായിട്ട് ഈ ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് വെയിൻസും അല്ലെങ്കിൽ തലമുടി പോലെ കാണുന്ന 2 മില്ലിമീറ്റർ താഴേക്കുള്ള വെയിൻസ് നമ്മുടെ പാദത്തിനോടടുത്ത്, അതായത് മുട്ടിന് താഴെ ആ ആംഗിൾ ജോയിൻ്റ് കണങ്കാലിന് ചുറ്റും അല്ലെങ്കിൽ പാദത്തിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയും. എന്നുവെച്ചാൽ ആ വെള്ളച്ചാട്ടം കഴിഞ്ഞ് പിന്നെ ഒഴുകാണ്, അപ്പോൾ പ്രഷർ കുറയാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ ഉപ്പൂറ്റിക്ക് മുകളിലുള്ള ഭാഗമാണ്. ആ സ്ഥലത്ത് ഇത് എത്ര സമൃദ്ധമായിട്ട് എത്ര പ്രായം മുമ്പേ അപ്പിയർ ചെയ്യുന്നോ അത്ര സമൃദ്ധമായിട്ട് ഭാവിയിൽ നമ്മൾ നരയിക്കുമെന്നർത്ഥം. ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് നിൽക്കുന്നതുകൊണ്ട് ഈ പ്രശ്നമുള്ള, എനിക്ക് നിൽക്കുന്ന ജോലിയാണ്, മണിക്കൂറുകൾ നിൽക്കേണ്ട ജോലിയുണ്ട്, പകരം സാർ ഒരു സർട്ടിഫിക്കറ്റ് തന്നാൽ
എനിക്ക് ഇരിക്കുന്ന ജോലി കിട്ടും എന്ന് പറഞ്ഞ് ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോയാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതിനകത്ത് ഫിസിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വെയിന് ഭിത്തിയുടെ കന കുറവാണ്, പ്രത്യേകിച്ച് അസുഖത്തിനകത്ത് എലാസ്റ്റിസിറ്റി പോയ വെയിനാണ്, ഏറ്റവും കുറഞ്ഞ ഹോസ് പോലെയാണ്. നല്ലതാണെന്നുണ്ടെങ്കിൽ വളഞ്ഞ് വളഞ്ഞ് കിടക്കും. അത് വഴി വരുമ്പം ഞാനിപ്പോൾ തന്നെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ മുട്ട മടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്, ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിൻ്റെ ലിമിറ്റെന്ന് പറയുന്നത് രക്തം മുകളിലേക്ക് വലിച്ചു കയറ്റുന്നതെന്ന് പറയുന്നത് അടിവയർ വരെ ഉള്ളൂ. ബാക്കി വേറെ പമ്പിങ് മെക്കാനിസം ഉണ്ട്. ഈ 2 കിങ്കിങ് വരുന്നതുകൊണ്ട് തന്നെ ബാക്ക് പ്രഷർ നമുക്ക് 3 ടൈംസാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നിൽക്കുന്നതിനേക്കാൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 ടൈംസ് ഈ അസുഖം വരാൻ സാധ്യത ആർക്കാണ്? അപ്പം ഇരിക്കുന്നവർക്ക്. ഈ വെരിക്കോസ് വെയിൻ എല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ പ്രധാന കാലിലെ വെയിനല്ല, അകത്ത് നമ്മുടെ അസ്ഥിയോടെ ചേർന്ന് മസിലിനാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട നേരെ മുകളിലേക്ക് കയറി പോകുന്ന മെയിൻ വെയിനുണ്ട്. അവിടുത്തെ പ്രശ്നമല്ല. അവിടെ കയറ്റമായതുകൊണ്ട് എന്തെങ്കിലും തടസ്സം വന്നാൽ കറക്റ്റ് ടൈമിൽ അങ്ങ് ഹൃദയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബൈപ്പാസുകളാണ് നമ്മുടെ തൊലിയുടെ താഴെ മസിലിൻ്റെ പുറത്ത് നിൽക്കുന്ന വെയിൻസിനെയാണ് ഈ അസുഖം ബാധിക്കുന്നത്. അപ്പം ആ മെയിൻ വെയിനകത്തെ പ്രഷറിനെ ആശ്രയിച്ചാണ് ഈ പുറമേയുള്ള വെയിൻ അകത്തേക്ക് സക്ക് ചെയ്ത് കയറിപ്പോകുന്നത്. അപ്പം അതിനുള്ള വാൽവുകൾ ഫെയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ അസുഖം ബാധിക്കുകയും ചെയ്യുന്നത്. അതിപ്പോൾ ഏത് കാറ്റഗറിയാണ് ബാധിക്കുന്നത് ഇതിനെ ഡിപ്പെൻഡാണ്. ഏജ് എത്ര മുമ്പേ ഇത് നമ്മളെ ബാധിക്കുന്നു അത്രമാത്രം, അല്ലെങ്കിൽ എത്ര താഴെ വരുന്നു അത്രമാത്രം ഗുരുതരമായിട്ട് വരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ആ സീക്വൻസ് വരുന്നത്. അപ്പം ആ ജീൻ എന്താണ് ഒരു ജനിതകമാണെന്ന് ഞാൻ പറയും. ആ ജനിതകത്തിൻ്റെ ഒരു കോമൺ ഫാക്ടർ മാത്രമേ നമുക്ക് അടുത്ത കാലം വരെയും നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. പൊതുവെയുള്ള പല കാര്യങ്ങളും അതുണ്ടാക്കും ആ ഒരു ജനിതകം. ഒരു കുടുംബപ്പേര്, ആ കുടുംബത്തിലെ ആരാണ് പ്രശ്നക്കാരൻ, നമുക്ക് ഈ കാലിൽ വ്രണമുണ്ടാക്കുന്ന ആരാണ് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചത് ഈ ഞങ്ങളുടെ രാജീവ് ഗാന്ധി സെൻ്ററും ഞാനും തമ്മിലുള്ള കഴിഞ്ഞ 7 വർഷത്തെ റിസർച്ച് വർക്കായിരുന്നത്. ഇത് ഇന്ന പർട്ടിക്കുലർ ജനിതകമാണ്, ഈ പറഞ്ഞ കുടുംബത്തിലെ ഇന്ന വേരിയൻ്റാണ് ഈ വെയിൻ്റെ എലാസ്റ്റിസിറ്റിയെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖം ഉണ്ടാക്കും എന്നുള്ളത് ഈ കഴിഞ്ഞ മാർച്ച് മാസം 7-ാം തീയതി ആണ് ഔദ്യോഗികമായിട്ട് അമേരിക്കയിലെ പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസിൻ്റെ പബ്ലിക്കേഷനിലാണ് ഇത് അംഗീകരിച്ചായിട്ട് വന്നേക്കുന്നത്. ഏറ്റവും വലിയ നമുക്ക് നാളത്തേക്കുള്ള അനുകൂലമായൊരു കാര്യമാണ്. എന്ത് ചേഞ്ച് ഈ ജനിതകത്തിൽ വരുത്തിയാൽ വരും തലമുറയെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ജനിതകം എന്ന് പറഞ്ഞപ്പോൾ ഈ അസുഖം എങ്ങനെ ഉണ്ടായി? പാരമ്പര്യമാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ വഴി നമ്മളിലേക്ക് വന്നുചേർന്ന തീരാശാപത്തിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ 2 കാലിനെ ഇത് ബാധിക്കും. 2 കാലിലും വ്യത്യസ്തമായ സ്റ്റേജിലായിരിക്കും. ഞാൻ പറഞ്ഞ 7 സ്റ്റേജ് ഉണ്ട്. അപ്പം ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയിൽ ക്ലാസ് 0 എന്നാണ് പറയുന്നത്. ക്ലാസ് 0 എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തുന്നവരെ നമ്മൾ മറഞ്ഞു നിൽക്കുകയാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ നീണ്ട നൂറ്റാണ്ടോളം നമ്മൾ മറഞ്ഞു നിൽക്കും. നമ്മൾ പ്രായപൂർത്തിയാകുമെന്ന് പറയുമ്പോൾ 15 വയസ്സിന് ശേഷം 25 വയസ്സിനാകാം. അപ്പോൾ 20 വർഷം നമ്മൾ അറിയുന്നില്ല. 2 കാലിലും വ്യത്യസ്തമായ സ്റ്റേജിലുമായിരിക്കും. ഈ വെയിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യസ്തമായിരിക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റ് തരുന്നതും വ്യത്യസ്തമായ ദിവസങ്ങളിലുമാണ്. ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഒരു വ്യക്തി 2 പേഷ്യന് തുല്യമാണ്. ഇപ്പോഴും നമ്മുടെ ഈ വേൾഡ് പോപ്പുലേഷനിൽ ഏതാണ്ട് 20 മുതൽ 30% വരെ ആൾക്ക് അസുഖം ഉണ്ടെന്ന് പറയുമ്പം ഞങ്ങളുടെ പഠനങ്ങൾ കാണിക്കുന്നത് ഏതാണ്ട് 90% നമുക്ക് നേരിട്ട് തന്നെ കാണിക്കാൻ പറ്റും. ഇത്ര കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് 45% പുരുഷന്മാർക്ക് അസുഖം ഉണ്ടെങ്കിൽ 55% സ്ത്രീകൾക്ക് ഇതുണ്ടാകുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ആണുങ്ങൾക്ക് ഈ സ്ഥാനം മാറ്റി കിട്ടത്തില്ല. ആണുങ്ങൾ എന്ന് പ്രസവിക്കാൻ തുടങ്ങുന്നോ ആ കാലം വരെയും അവർക്ക് 1-ാം സ്ഥാനം കിട്ടില്ല. അപ്പോൾ ഗർഭം ധരിക്കുന്ന സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എന്നും ഈ മെജോറിറ്റി സ്ത്രീകളിൽ തന്നെ ആയിരിക്കും. എല്ലാവരും ഇതിനെ പല സ്ഥലങ്ങളിൽ കട്ട് ചെയ്യുക. ആദ്യം കരളിലേക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കാലിൽ പല സ്ഥലത്ത് നീളത്തിലോ കുറയോ പല സ്ഥലങ്ങളിലായിട്ട് ഇതിനെ വെട്ടിമുറിച്ച്
ആ മുകളിലേക്ക് കയറിപ്പോകുന്ന ഭാഗം ബ്ലോക്ക് ചെയ്യുമ്പം വിചാരിച്ചു വേണം വെയിനകത്തൂടെ രക്തം ഹൃദയത്തിലേക്കാണ് ഒഴുകുന്നത്. അതിനെ തടസ്സം വരുത്തി കഴിഞ്ഞാൽ ബാക്ക് പ്രഷർ കൂടുന്നേ ഉള്ളൂ. അപ്പോൾ വലിയ വെയിൻ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ തടസ്സപ്പെടുത്തിയാലും ഇവർ തമ്മിൽ ഇൻ്റർ കണക്റ്റിംഗ് ആണ്, അതുകൊണ്ട് വഴിമാറിപ്പോകാൻ സാധിക്കും. മറിച്ച് ഏറ്റവും ചെറിയ ചെറിയ വെയിൻസിനെ സംബന്ധിച്ചിടത്തോളം കോശങ്ങളുടെ ലെവലിൽ നിന്ന് അവന് 2 വഴിയുണ്ട്. പ്രധാനമായിട്ട് പോകേണ്ട എവിടെയാണ്? അകത്തെ മെയിൻ വെയിനകത്തൂടെ. തടസ്സമുണ്ടെങ്കിൽ പോകാനുള്ള ബൈപ്പാസ് വന്നിട്ടുണ്ട്. അപ്പം യാത്രാ സൗകര്യത്തിന് വേണ്ടി കുറേ പേര് ഇതിലേയും കൂടെ പോരും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ബാക്ക് പ്രഷർ എഫക്റ്റ് ചെയ്യുന്ന ഈ കോശങ്ങളുടെ ലെവലിലേക്കാണ് പോകുന്നത്, ഏറ്റവും താഴെയുള്ള കോശങ്ങളിലേക്കാണ്. അപ്പോൾ താഴെ നമുക്ക് ഈ അസുഖം ബാധിച്ചിട്ടില്ലെങ്കിൽ ഈ തൈലൊക്കെ വരുന്ന ചെറിയ ചെറിയ വെയിൻസ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിൽ കഴപ്പ് വരെ വരുത്തുന്നുണ്ട്. അതിനപ്പുറത്തുള്ള ചേഞ്ച് വരത്തക്കൊണ്ടുള്ള പ്രഷർ ഇതിനകത്ത് വരുന്നില്ല, നിറവ്യത്യാസം വരുത്തില്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. പക്ഷെ ഏറ്റവും താഴെ വരികയാണെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് കോശങ്ങളിലെ ഈ ബാക്ക് പ്രഷർ ഏറ്റവും ചെറിയ ചാനലിലെ വെയിൻ്റെ ആ വെന്യൂളിലേക്ക് വരുമ്പം കാപ്പിലറിയിലേക്കാണ് ഈ ബാക്ക് പ്രഷർ എത്തുന്നത്. കാപ്പിലറിയാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ കോശമാണ്, കോശത്തിന് ആവശ്യമുള്ള ആഹാരം കൊടുക്കുന്ന ജോലിയും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് ചെയ്യുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഓക്സിജൻ കൊടുത്ത ശേഷം തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് തിരിച്ച് പെട്ടെന്ന് സർക്കുലേഷനിൽ പോകുക എന്നുള്ളത് വെയിനിൻ്റെ ജോലിയാണ്. മനസ്സിലായോ? ആ വെയിൻ്റെ ജോലി തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല, ഒരു ശകലം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ആഹാരം കഴിക്കുമ്പോൾ കുറച്ച് താമസമാണ്. ഡിഫ്യൂഷൻ കൊണ്ട് ഇത് അങ്ങോട്ടും പെട്ടെന്ന് കൊടുത്ത് വാങ്ങിച്ചു പോയി. പക്ഷേ ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറേ സമയമെടുക്കും. അത് ചില ബുഫേ പോലെയാണ്. ഇത് ഈ കാപ്പിലറുടെ ചെറിയ ചെറിയ ദ്വാരങ്ങളിൽ കൂടെ ആ പ്രഷറിൻ്റെ ഇതുകൊണ്ട് വേർതിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ ചോരയിൽ നിന്ന് നീരുണ്ടാക്കുന്നു എന്ന് പറയാം, നീരാണത്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ പ്രശ്നം തുടങ്ങുന്നത് നീര് കാലിൽ കെട്ടിരിക്കുക എന്നുള്ളതാണ്. നീര് ശരിക്കും തിരിച്ച് റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ. അപ്പോൾ ആഹാരവും അധികം വന്ന ആഹാരവും വേസ്റ്റും കൊണ്ടുപോകുക എന്നുള്ളത് വെയിനിൻ്റെ ജോലിയല്ല. നമ്മളെപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്, എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെയിനൊരു സഹോദരിയുണ്ട്. ആ സഹോദരി അതിനെ വിളിക്കുന്ന ലിംഫാറ്റിക് സിസ്റ്റമാണ്. അപ്പം നീര് അപ്പം അത് ഇരട്ടകളെ പോലെയാണ്, ഒട്ടിച്ചേർന്നാണ് പോകുന്നത്, ഒരേ ഷേപ്പാണ്, ഫങ്ഷനും ഒരുപോലെയാണ്. മറ്റേത് ഓക്സിജൻ കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വെയിൻ പോകുന്നു. കുറച്ച് അത്യാവശ്യം കിട്ടിയ ആഹാരമാണെങ്കിൽ അത് അധികം വന്ന ആഹാരമൊക്കെ അത് കൊണ്ടുപോയിക്കോളും. പക്ഷേ പ്രധാനമായിട്ടും നമ്മുടെ അധികം വന്ന ആഹാരവും വേസ്റ്റും കൊണ്ടുവന്നപ്പോൾ ആരാ? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റമാണ്. ഇതുപോലെ തന്നെ നീർച്ചാലി തുടങ്ങുകയാണ്. പക്ഷേ ഹൃദയത്തിലേക്ക് ഇതിന് പ്രവേശനമില്ല. അതുകൊണ്ട് ഹൃദയത്തിനടുത്തെത്തുമ്പോൾ ഈ സഹോദരനെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഹൃദയത്തിലേക്ക് കയറുന്നത്. ചെറിയ കമ്പി കടത്തി വിട്ടിട്ട് അതിനകത്ത് ലേസർ ബീം വെച്ച് പൊള്ളിച്ച് കളയുക എന്നുള്ളത്, ഉൾഭിത്തി പൊള്ളിക്കുക എന്നുള്ളത്. അങ്ങനെ പൊള്ളിക്കുമ്പോൾ തീർച്ചയായിട്ടും ലിംഫാറ്റിക് ചാനൽസിനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. എങ്കിൽ പോലും അത് അതിന് മുകളിലേക്കുള്ള ചലനമുണ്ടല്ലോ, മൂവ്മെൻറ്റ്, അതിനെ നമ്മൾ തടസ്സപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പോൾ പൊങ്ങിയിരിക്കുന്ന വെയിനെ മാറ്റുക എന്നുള്ളതാണ്. അല്ല എന്ത് സംഭവിക്കുന്നു തിരിച്ച് ശരീരത്തിൽ നമ്മുടെ ഫിസിയോളജിക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇന്ന് കാലം മാറി, നമ്മൾ പലരും പല രീതിയിലുള്ള ടെക്നിക്കാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം ലേസറിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ലേസർ വെച്ച് എന്നാൽ വലിയ വെയിനെ മാത്രമേ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അത് നമ്മുടെ മെയിൻ ട്രാക്കിൽ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുമ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന നദി മൂടുന്ന പോലെയുണ്ട്. നദി മൂടിയാൽ എന്ത് പറ്റും? പുറകിലെ വെള്ളം കെട്ടി നിൽക്കും, അല്ലേ? ഒരു ഡാം ഉണ്ടാക്കുന്ന പോലെ. ലേസറിൻ്റെ ഈ ബീം വിത്തി കിഴിച്ച് കളയുന്നതുകൊണ്ട് അവിടെ വ്രണം ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മുടെ 2003 മുതൽ 6 വരെയുള്ള കാലഘട്ടത്തിലാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്നുള്ളത്. ഇത് ഒരു ചെറിയ കമ്പിയാണ്, കമ്പിയുടെ അറ്റത്ത് ചെറിയ ഉണ്ട പോലെണ്ണമുണ്ട്. അത് നമുക്ക് റേഡിയോ ഫ്രീക്വൻസി വെച്ച് പഴിപ്പിക്കാൻ പറ്റും. അപ്പോൾ പഴിപ്പിക്കുമ്പം
പൈപ്പിച്ച ആ അറ്റം വെയിനകത്തൂടെ പോരുമ്പോൾ ആ വെയിൻ്റെ ഉൾഭിത്തികൾ പൊള്ളി പോകാമെന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പലരും വെട്ടിമുറിക്കുകയും ലേസറും റേഡിയോ ഫ്രീക്വൻസിയും കൂടാതെ എല്ലാം വെയിനകത്ത് പൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പം ലേസർ വെച്ച് പൊള്ളിച്ചാലും റേഡിയോ ഫ്രീക്വൻസി വെച്ച് പൊള്ളിച്ചാലും അതിന് പകരം ഇച്ചിരി ശകലം ആസിഡോ ആൽക്കലിയോ ഏതെങ്കിലും രാസവസ്തു ഉപയോഗിച്ച് പൊള്ളിച്ചാലും വയറിനെ സംബന്ധിച്ചിടത്തോളം ഫലം ഒന്ന് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വലിയ വെയിനെ കളയുന്നതിന് വേണ്ടി തന്നെ രാസവസ്തു ഉപയോഗിക്കുന്നു. AD 8 ആദ്യമായിട്ട് ഈ വെയിൻ മുറിച്ചുള്ള ശസ്ത്രക്രിയ നടക്കുന്നത്. 8 BC ആദ്യഘട്ടത്തിൽ. അതും റോമിൽ തന്നെയായിരുന്നു. സെൽസസ് എന്ന് പറയും അദ്ദേഹം ഇത് ചെയ്തേക്കുന്നത്. അത് മുതൽ പിന്നെ ഈ 1832 ബെഞ്ചമിൻ ബ്രോഡി ഈ വെയിൻ മുറിച്ച് പേഷ്യൻ്റ് മരിക്കാതെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയെങ്കിൽ അതിനിടയിലെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ ശസ്ത്രക്രിയയുള്ള പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു. രക്തം ചോർത്തി കളയുക, പട്ടിണിക്കിടുക, നമ്മുടെ റബ്ബർ ടാപ്പ് ചെയ്യുന്ന പോലെ കാലിൽ മാംസം ഇങ്ങനെ ചുറ്റും മുറിച്ചു മാറ്റിയിട്ടുള്ള ദുരവസ്ഥകളെല്ലാം കൂടെ കേൾക്കുമ്പം ആ കാലഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മിഡീവൽ പീരിയഡ് മുഴുവൻ ഏറ്റവും ക്രൂരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ പേഷ്യൻസും ജീവൻ പോലും പോയിട്ടുള്ള ആ ഒരു കണക്ക് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇന്ന് ഈ രാസവസ്തു ഏറ്റവും കഴിഞ്ഞ ഒരു 10 വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറായി തുടങ്ങിയെങ്കിലും എല്ലാവരും ഉപയോഗിക്കുന്ന ലേസറിനും റേഡിയോ ഫ്രീക്വൻസിക്കും പകരമായിട്ടുള്ളതെന്നുള്ളത്. പ്രത്യേകിച്ച് ചെറിയ വെയിനകത്തൂടെ കമ്പിക്ക് കയറിപ്പോകാനൊക്കത്തില്ല. അപ്പോൾ ഈ രാസവസ്തുവിന് ശരിക്കും കയറിപ്പോകാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും ചെറിയ ഇതിനകത്തേക്ക് കയറിപ്പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പരിപാടിയൊന്നും നടക്കില്ല. അതിന് വളരെ ചെറിയൊരു സൂചിച്ച് വെച്ച് പിന്നെ മൈക്രോഫോമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം പത പോലെ ഇരുന്നാൽ അറിയാമല്ലോ, നമ്മൾ അതിൻ്റെ ഒരു പാത്രത്തിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് അതിൻ്റെ ഭിത്തിയിലേക്ക് ഓടിച്ചെന്ന് പിടിക്കും. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഇന്ന് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് പോളിഡോക്കനോൾ എന്ന് പറയും. ആ കെമിക്കൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ഒരു റിയാക്ഷൻ ഉണ്ടാക്കത്തില്ല, അലർജി ഉണ്ടാക്കത്തില്ല. അതിനൊത്തിരി പ്രത്യേകതയുള്ള ദൈവം നമുക്ക് അറിഞ്ഞ് അനുഗ്രഹിച്ച് തന്നേക്കുന്ന മാന്ത്രിക ശക്തിയുള്ളൊരു മരുന്ന്, ഒരു രാസവസ്തുവാണ്. സാധാരണ കൊടുക്കുന്ന ഈ രാസവസ്തു കൊടുക്കുമ്പോൾ വലിയ വെയിനകത്ത് കൊടുക്കുമ്പോൾ വലിയ പെട്രോൾ ബങ്കിൽ ചെന്ന് നമ്മൾ തീപ്പെട്ടി കത്തിക്കുന്ന പോലെ ഇരിക്കും. എന്നിട്ടും 2% ആൾക്കേ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ, മരിക്കുന്നുള്ളൂ. പക്ഷെ നമ്മളിരുന്ന് എവിടെയാണ്? നമ്മൾ കടപ്പുറത്തല്ല നിൽക്കുന്നത്, നദി വഴി വീഴുന്നിടത്തല്ല. നമ്മൾ നിൽക്കുന്നത് നീർത്തുള്ളികളിലാണ്. ഏറ്റവും ചെറിയ വെയിൻസ് ഏറ്റവും താഴെയുള്ളിടത്താണ് പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ വേണം നമ്മൾ ഇതിൻ്റെ ചേഞ്ച് വരുത്തുന്നത്, അല്ലാതെ ഒഴി ഇറങ്ങുന്ന സ്ഥലത്തല്ല. അതാണ് എൻ്റേതായിട്ടൊരു ടെക്നിക്കായിട്ട് തന്നെ അത് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അത് ഇൻ്റർനാഷണലായിട്ട് പബ്ലിക്കേഷനായത്. ഈ ചെറിയ വെയിൻസിനെ പറ്റിയുള്ളത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ, കഴിഞ്ഞ ഒക്ടോബർ 23 അമേരിക്കയിൽ അപ്രൂവ് ചെയ്തെങ്കിലും ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം ന്യൂ ഓർലീൻസിൽ നടന്ന അമേരിക്കൻ വീനസ് ഫോറം ഉണ്ട്. അതാണ് ലോകത്തിന് ഈ വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ് അതിൻ്റെ കോൺഫറൻസിൽ അവതരിപ്പിക്കാൻ നമ്മളെ ക്ഷണിക്കുകയും നമുക്കവിടെ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിനകത്ത് പുതിയ കാഴ്ചപ്പാട്. അപ്പം ഓപ്പറേറ്റീവ് ടെക്നിക്ക് അതിൻ്റെ നേരെ പുറകെ തന്നെ, അത് ഒക്ടോബറിൽ 23 ചെറിയ വെയിൻ്റെ അപ്രൂവ് ചെയ്തെങ്കിൽ അതിനനുസൃതമായ ഓപ്പറേറ്റീവ് ടെക്നിക്കും 2013 ഡിസംബർ 1 അത് ലോകം മുഴുവൻ ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനായി എന്നുള്ള ഓപ്പറേറ്റീവ് ടെക്നിക്ക്. ഇത് കെമിക്കൽ ബോംബിംഗ് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ശരീരത്തിലേക്ക് വ്യാപിക്കാതെ അവിടെ ചുറ്റും തന്നെ ചെറിയ വെയിൻസിനകത്തേക്ക് മാത്രം പോകുന്ന ഒരു മരുന്ന് ആയതുകൊണ്ട് തന്നെ ഒരു ബോംബിംഗ് പോലെയാണ്. നമുക്ക് എവിടെയാണ് നശിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ട് ലിങ്ക് ചെയ്തേക്കുന്ന വെയിൻസിനെ മാത്രം നശിപ്പിച്ച് കളയുക. വെയിനുള്ള ഏറ്റവും വലിയ പ്രശ്നം, എൻ്റെ പ്രശ്നത്തെപ്പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെയും ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മുടെ കാലിൽ നീര് കൊള്ളുന്നതും പിന്നെ നിറമാറ്റം വരുന്നതും വ്രണങ്ങളുണ്ടാകുന്നതൊക്കെ, അതിനകത്ത് നീരൊലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റം വളരെ പ്രാധാന്യമുണ്ട്. ഈ സബ്ജക്റ്റും ഒരു പുതിയ സബ്ജക്റ്റായിട്ട് മാറി, ലിംഫോളജി സ്റ്റഡി ഓഫ് വെയിൻസ് എന്നാണ്. അത്
ഈ കഴിഞ്ഞൊരു 10, 15, 20 വർഷത്തിനിടയിലാണ് ഈ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. കാർഡിയോ തൊറാസിക് ഉണ്ടായിരുന്ന ഒരു കാലത്ത്, ആ കാർഡിയോ തൊറാസിക് മാറി കാർഡിയോ വാസ്കുലറും തൊറാസിക് അങ്ങ് പോയി. കാർഡിയോ വാസ്കുലർ പിന്നെ ഡിവൈഡ് ചെയ്ത് കാർഡിയക്ക് പോയി വാസ്കുലറായി. വാസ്കുലറിനകത്ത് വെയിനെ പുറന്തള്ളപ്പെട്ടു. അത് വേറെ സ്ഥലത്ത് സ്വന്തം പേരിൽ ലിംഫോളജിയായി. അടുത്ത കാലത്താണ്. ഈ 2010 ശേഷം സഹോദരി പറഞ്ഞു, എന്നെ മാത്രം അങ്ങ് മറക്കുന്നത് ശരിയല്ല, ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സമയമാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ പേര് ചേർത്ത് വേണം പറയാൻ എന്ന് പറഞ്ഞാൽ ഫ്ലിബോ ലിംഫോളജിയായി. ഭാഗ്യത്തിന് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു. അമേരിക്കൻ വീനസ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ് തരുന്നതിൻ്റെ മെജോറിറ്റിയും 98% യൂറോപ്യൻസല്ല, അമേരിക്കൻസും അതിൽ കുറച്ച് യൂറോപ്യൻസുമാണ്. ബാക്കി വളരെ കുറച്ച് പേരേ ഉള്ളൂ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളത്. അതിലെ ഒരാളായിട്ട് എന്നെ എടുത്തു. അമേരിക്കൻ വീനസ് ഫോറത്തിന് മെമ്പറാക്കി എന്നെ എടുത്തു. യൂറോപ്യൻ വീനസ് ഫോറത്തിന് മെമ്പറായി. അമേരിക്കയിൽ പുതിയ കോളേജ് ഓഫ് ഇതിൻ്റെ ഫ്ലിബോളജി തുടങ്ങി. അവരെനിക്കൊരു ഓണററി ആയിട്ട് ഒരു ബിരുദവും തന്നു. ഏറ്റവും അടുത്ത കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസത്തിൽ ഈ FICS, അതും അമേരിക്കൻ യൂറോപ്യൻ ജോയിൻറ്റ് ഫെലോ ഓഫ് ദി ഇൻ്റർനാഷണൽ കോളേജ് ഓഫ് സർജൻസ്, അതിൽ ഫ്ലിബോ ലിംഫോളജിയിൽ ആദ്യമായിട്ട് FICSും കിട്ടി. അപ്പോൾ ഈ കരിയാത്ത നരകിച്ച് പല ഓപ്പറേഷൻസും കഴിഞ്ഞ് നരകിച്ച് വരുന്ന കരിയാത്ത വ്രണങ്ങൾ ഈ ലോകമെമ്പാടുമുള്ള പല വലിയ വലിയ വ്യക്തികളെ പോലും ഇത് കരിഞ്ഞു പോയപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആദ്യം വേദന കൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നു. അതിനുശേഷം അവർ മനസ്സിൽ ചിരിച്ചുകൊണ്ട് വരുന്ന സന്തോഷത്തിൻ്റെ കണ്ണുനീര്, അതാണ് ഇതിനെ വളർച്ചയെന്ന് പറയുന്നത്. ഞാൻ പേഷ്യൻ്റ് എപ്പോഴും കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്, ചെയ്യുക എന്നുള്ള ഈ ചെയ്തു തരുന്ന ജോലി എൻ്റെ 20% ഉള്ളൂ. എല്ലാ പേഷ്യൻറ്റും എല്ലാ ദിവസവും OP ദിവസങ്ങളിൽ ഒരു അവയർനെസ് ക്ലാസ് ഉണ്ട്. അതും മനോരമ തന്നെ ചെയ്തേക്കുന്ന. അതിനകത്ത് ഇതിനെപ്പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇവരെ പഠിപ്പിച്ചിട്ടാണ് പിന്നെ ഇത് കാണുന്നത്, ഇവരെ പേഷ്യനെ കാണുന്നത് തന്നെ. അപ്പോൾ ഇവരറിഞ്ഞിരിക്കണം. അപ്പം ഇവരുടെ കാലെങ്ങനെ കെയർ ചെയ്യണം. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന അടുത്ത് 20%, ഇപ്പോൾ 40% വരെയുള്ള എൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ട്. 60% പേഷ്യൻ്റ് തനിച്ച് തന്നെ സ്വന്തം കാല് കറക്റ്റ് ടൈമിൽ ആശുപത്രി കാണിക്കുകയും കാലിൽ നീരിലാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അപ്പം ആ നീര് അവോയ്ഡ് ചെയ്യത്തൊക്കെ വേണം. അപ്പോൾ നീര് അവോയ്ഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു വലിയ ഭാഗമുണ്ട്. എല്ലാവരും പറഞ്ഞു കൊടുക്കും രാത്രി കാല് പൊക്കി വെച്ചോളാം പറയും. പില്ലോയിൽ 2 എണ്ണം എടുത്ത് പൊക്കി വെക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. രാത്രിയിൽ കാല് നേരെ നോർമലായിട്ട് വെച്ച് കിടന്നുറങ്ങിയാൽ മതി. മറിച്ച് പകൽ സമയത്ത് വ്രണമുള്ളവരുടെ കാല് ഉപ്പൂറ്റി പൊക്കിളിൻ്റെ ലെവലിലേക്ക് മുട്ട് സ്ട്രെയിറ്റാക്കി പൊക്കി വെക്കുക എന്നുള്ളതാണ്. അത് എത്ര സമയം പൊക്കി വെക്കുന്നോ അത്രയും ഫാസ്റ്റായിട്ട് അവരുടെ കാലിന് ചേഞ്ച് വരും. കാരണം കറക്കിയതിന് ശേഷം വേണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ, ശുഷ്കാന്തി കാണിച്ചെങ്കിൽ മാത്രമേ ഇതിന് പൂർണ്ണമായ പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇനി വെയിനും ലിംഫാറ്റിക്സിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് റീജനറേഷൻ ഉണ്ട്. അപ്പോൾ റീജനറേഷനിൽ വെയിൻ വഴിമാറി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം ജനറ്റിക് പ്രശ്നമുള്ളതാണ്. വഴിമാറി വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. 5-6 വർഷത്തോളം പറയുന്ന സമയങ്ങളിലെല്ലാം ഇതിനെ കൊണ്ട് കാണിച്ചില്ല എങ്കിൽ വീണ്ടും ഇത് കള കയറുന്ന പോലെ വളർന്നു വരാൻ സാധ്യതയുണ്ട്. ഇതൊരു ബോംബിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് വെട്ടിമുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിസ്സാരമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഒത്തിരി ആശുപത്രി കിടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം പേഷ്യൻ്റ് സമയാസമയങ്ങളിൽ ഇത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജീവിതം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒരിക്കലും ഇതിന് ക്യൂറില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ജനറ്റിക്കായിപ്പോയി. അപ്പോൾ വേറെ ഒരെണ്ണം ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ലോകത്തിന് വേണ്ടി ഞാൻ പോകുന്നതിന് ഞാൻ പറഞ്ഞ 69 വയസ്സായി, എപ്പോൾ വേണമെങ്കിലും പേര് വിളിക്കാം. അപ്പോൾ അതിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വരും തലമുറയ്ക്ക് എങ്ങനെ അവരെ ഈ നരകക്കുഴിയിലേക്ക് വീഴ്ത്താതിരിക്കാൻ പറ്റും അല്ലേ. അതിനുവേണ്ടി ഒരു റിസർച്ച് ഫൗണ്ടേഷൻ എൻ്റെ പേരിൽ ഉണ്ട്. അത് രാജീവ് ഗാന്ധി സെൻ്ററിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിന് എന്തെങ്കിലും ചെയ്തിട്ട് ഇതിന് ഒത്തിരി ദേശീയം അന്തർദേശീയമൊക്കെ ചില അവാർഡുകളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും എനിക്കതിനേക്കാളെല്ലാം ഏറ്റവും സന്തോഷമുള്ളതെന്ന് പറയുന്നത് ഈ നരകിച്ചു വന്ന ആളുകളെ ആ നരകക്കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറിപ്പോകാനും സന്തോഷിക്കാനും പുതിയ ജീവിതം തുടങ്ങാനും സാധിക്കുക. രണ്ടാമത് അവരെ കുഴിയിൽ വീഴാതെ നമ്മൾ സൂക്ഷിക്കുക, അറിയാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങളും ദിവസവും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്.
അതും ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ജീവിതത്തിൽ വെറുത്തിരുന്ന ഒരു സബ്ജക്റ്റിൽ കൂടെ എന്നെ ഇവിടം വരെ എത്തിച്ചു. ദൈവത്തോടെ നന്ദി പറയുന്നു. നമസ്കാരം.